നമസ്കാരം. നാടിൻ്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ടം വാർത്തകൾ സ്വാഗതം. നാളെ ജനുവരി 18 ദേശീയ തിസോറസ് ദിനമാണ്. നമ്മുടെ പതാകയുടെ കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്ന തിസോറസാണ്. മറ്റ് ചില പ്രത്യേകതകൾ കൂടി നാളത്തെ ദിവസത്തിനുണ്ട്. നമുക്ക് ദിനവിശേഷങ്ങൾ നോക്കാം. ജനുവരി 18 ദേശീയ തിസോറസ് ദിനം. 1779 ജനിച്ച തിസോറസിന്റെ രചയിതാവായ പീറ്റർ മാർക്ക് റോജർസിനെ ഓർക്കാനായി ലോകം ഈ ദിവസം ആഘോഷിക്കുന്നു. 1840 റോജറ്റ് വൈദ്യശാസ്ത്രത്തിലെ വിജയകരമായ ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയും തന്റെ ജീവിതകാലം മുഴുവൻ റോജറ്റ്സ് തിസോറസ് ഓഫ് ഇംഗ്ലീഷ് വേൾഡ് ആൻഡ് ഫ്രേസസിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഒരു ശാസ്ത്രജ്ഞൻ മാതൃകകൾ ശേഖരിക്കുന്നത് പോലെ പതിറ്റാണ്ടുകളായി വാക്കുകളുടെ പട്ടികകൾ ശേഖരിക്കുകയും അവയെ തരംതിരിക്കുകയും ചെയ്തതിന്റെ ഫലമായിരുന്നു ഈ കൃതി. 1852 അദ്ദേഹം ആദ്യമായി തന്റെ പദാവലി പ്രസിദ്ധീകരിച്ചു. പര്യായ പദങ്ങളുടെ ഒരു പുസ്തകം എന്നതിലുപരി അത് ഓരോ വാക്കിന്റെയും അർത്ഥമനുസരിച്ച് പൂർണ്ണമായ വർഗീകരണവും ക്രമപ്പെടുത്തലും ആയിരുന്നു. അന്നു മുതൽ കവികളും എഴുത്തുകാരും അവരുടെ എഴുത്ത് ജീവസുറ്റതാക്കാൻ സഹായകമായ പദാവലി ഉപയോഗിച്ചു. എന്നിരുന്നാലും തിസോറസിന് അതിന്റെ എതിരാളികളുമുണ്ട്. തിസോറസിന്റെ ഭാഷയെ ദുർബലപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ചിലർ വിമർശിച്ചു. നിങ്ങൾ കൂടുതൽ കൃത്യമായ ഒരു വാക്ക് തിരയുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ എഴുത്ത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിലും തിസോറസിന് നിങ്ങളുടെ ഉറ്റ ചെങ്ങാതിയാകാൻ കഴിയും. നിങ്ങളുടെ പദാവലി വികസിപ്പിക്കുന്നത് എഴുത്തും സംസാരവുമായ ആശയവിനിമയ കഴിവുകൾ, ക്രിയാത്മകമായ എഴുത്ത് കഴിവുകൾ എന്നിവ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ മേഖല മെച്ചപ്പെടുത്തി മുന്നോട്ടു പോകാൻ സഹായിക്കുകയും ചെയ്യും. പകലിന്റെ ഇടവേളയെ നേരിടാൻ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ സൂര്യന്റെ ആദ്യ വെളിച്ചം പ്രഭാതത്തിന്റെ ശോഭ പരത്തുന്നത് നിങ്ങൾക്ക് കാണാം. കീർത്തനങ്ങൾ, കിളികളുടെ കളകളാരവങ്ങൾ, പൂഞ്ചോലകളുടെ ജലകിലുക്കങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ പക്ഷികൾ അവരുടെ സംഗീതം പൊഴിക്കുകയും പ്രഭാതത്തെ പ്രണയിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ചക്രവാളങ്ങളും പദസമ്പത്തും വിശാലമാക്കാനും ഭാഷയുടെ സൗന്ദര്യത്തിൽ ആനന്ദം കണ്ടെത്താനും തിസോറസ് ദിനം നിങ്ങളെ സഹായിക്കും. തിസോറസ് ദിനം എഴുത്തുകാരുടെ ആ ഉറ്റ സുഹൃത്തായ തിസോറസിനെ വീണ്ടും പരിചയപ്പെടുത്താനുള്ള നിങ്ങളുടെ അവസരമാണ്. നിങ്ങളുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾ ഒരു പുതിയ വാക്ക് തിരയുകയാണെങ്കിലോ ഒരു വാക്യത്തിലോ ചേർക്കുന്നതിനുള്ള ശരിയായ വാക്ക് സൂക്ഷ്മതയോടെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഒരു തിസോറസ് ഉണ്ടായിരിക്കും. മനസ്സിനെ പിടിച്ചിരുത്താനും അവരുടെ കഥകളിലെ കഥാപാത്രങ്ങളുടെ വ്യക്തിത്വത്തെ യഥാർത്ഥത്തിൽ കൊണ്ടുവരാനും വാക്കുകളും ദൃശ്യങ്ങളും എങ്ങനെ സംയോജിപ്പിക്കാമെന്നറിയുക എന്നതാണ് ഒരു എഴുത്തുകാരനെ യഥാർത്ഥ വിദഗ്ധനാക്കുന്നത്. തിസോറസ് ദിനം എന്നത് നമ്മുടെ പഴയ പദാവലിയെ പ്രതിരോധിക്കാൻ കഴിയുന്ന സമയമാണ്. കൂടാതെ കുറച്ചുകൂടി ഗംഭീരമായ എന്തെങ്കിലും നിർമ്മിക്കാൻ സഹായിക്കുന്നതിന് പുതിയിടം ഉപയോഗിക്കലാണ്. തിസോറസ് എന്ന വാക്ക് നിധി എന്നതിന്റെ ലാറ്റിൻ ആണെന്ന് നിങ്ങൾക്കറിയാമോ? അസ്തിത്വം, ബന്ധം, അളവ്, നമ്പർ, സമയം എന്നിങ്ങനെ 6 പ്രാഥമിക വിഭാഗങ്ങളായി ക്രമീകരിച്ച 15,000 വാക്കുകൾ റോജറ്റിന്റെ യഥാർത്ഥ നിധിശേഖരത്തിൽ ഉൾപ്പെടുന്നു. ഇന്ന് ഈ പുസ്തകത്തിന് 2,30,000-ലധികം വാക്കുകളുണ്ട്. എന്നാൽ അക്ഷരമാലാ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി ആശയങ്ങൾ ഉപയോഗിച്ച് ഇത് ക്രമീകരിച്ചിരിക്കുന്നു. മലയാളം തിസോറസ് നിങ്ങളുടെ എത്ര പേരുടെ പക്കലുണ്ട്? മലയാളം തിസോറസ് പദാന്വേഷണ ശബ്ദകോശം എന്ന പേരിൽ ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ ചീഫ് എഡിറ്ററായി DC ബുക്സ് 2003 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സമാനാർത്ഥം ഉൾക്കൊള്ളുന്ന പദങ്ങളുടെ ക്രമീകൃത അവതരണം എന്നാണ് ഡോക്ടർ അയ്യപ്പ പണിക്കർ തിസോറസിനെ വിശേഷിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ ഭാഷയെ മധുരവും മനോഹരവുമാക്കാൻ ഇന്നു മുതൽ തിസോറസിനെയും ഒപ്പം കൂട്ടാം. വാർത്തകളുടെ ഓട്ടപ്രദർശനത്തിലേക്ക്. 2ാം വർഷവും ജനനിരക്ക് കുറഞ്ഞു. ആശങ്കയിൽ ചൈന. ചെങ്കടലിൽ വീണ്ടും കപ്പൽ ആക്രമണം. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ഗൗരി ലങ്കേഷ് വധം പ്രതികളുടെ ജാമ്യ അപേക്ഷയ്ക്കെതിരെ സുപ്രീം കോടതിയുടെ നോട്ടീസ്. കൊച്ചിക്ക് പ്രതീക്ഷ നൽകി പുതിയ പദ്ധതികൾ. കേരളത്തിൽ ചൂട് കനക്കുന്നു. ഇനി നമുക്ക് അയൽപ്പക്ക വാർത്തകൾ നോക്കാം. യുവജന കൂട്ടായ്മയും സിനിമാ പ്രദർശനവും നടത്തി ഗ്രന്ഥകൈരളി. കുടിവെള്ള പൈപ്പിലൂടെ എത്തുന്നത് ചളിവെള്ളം. പേരയം പഞ്ചായത്ത്
ലാണ് സംഭവം. കുണ്ട്ര വിളംബര വാർഷികം നടത്തി. നവധാര ലൈബ്രറിയിൽ സെമിനാർ നടന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുണ്ട്ര മേഖല വാർഷികം പൂർത്തിയായി. പേരയത്തിൻ്റെ വികസനത്തിന് 63 ലക്ഷത്തിൻ്റെ പദ്ധതികൾ. യുവജന സമ്മേളനവും സെമിനാറും നടത്തി ദേശസേവിനി വായനശാല. പാലിയേറ്റീവ് ദിനാചരണം നടത്തി കിഴക്കേക്കല്ലട പഞ്ചായത്ത്. സംയുക്ത ഡയറി പ്രകാശനവും ബോധവൽക്കരണ ക്ലാസും നടത്തി. അറിയിപ്പ്. ഓരോ സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു. ഇനി സൗന്ദര്യം തിളങ്ങട്ടെ. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. ചില കാൽപ്പാടുകൾ അവയെത്ര മായ്ക്കാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സിലും ഈ ഭൂലോകത്തിലും അവ അവശേഷിക്കുന്നു. അങ്ങനെയൊന്നാണ് നന്ദിത. 1969 മെയ് 21 വയനാട് ജില്ലയിലെ മാടക്കമലയിലെ ശ്രീധരൻ പ്രഭാവതി മേനോൻ്റെ മകളായി ജനിച്ചു. ചാലപ്പുറം ഗവൺമെൻറ് ഗണപത് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം സാമൂതിരിയുടെ ഗുരുവായൂരപ്പൻ കോളേജ്, ഫാറൂഖ് കോളേജ്, കാലിക്കറ്റ് സർവകലാശാല ഇംഗ്ലീഷ് വിഭാഗം, ചെന്നൈയിലെ മദർ തെരേസ വിമൻസ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി. എന്തുകൊണ്ടാണ് നന്ദിത KS എന്ന എഴുത്തുകാരുടെ കവിതകൾ ഒന്നും അതിസാധാരണക്കാരായ കവിതാ ആസ്വാദകരല്ലാത്തവർക്ക് പോലും ഹൃദയത്തിൽ ചുമന്നു നടക്കുന്നു? അതിൻ്റെ ഉത്തരം നന്ദിതയുടെ ജീവിതം പേർന്ന കവിതകൾ എന്ന് തന്നെയാണ്. ഏറ്റവും നല്ല പ്രായത്തിൽ ആരും കാണാതെ കവിതകൾ എഴുതുകയും അതേ പ്രായത്തിൽ തന്നെ ജീവിതം ആസ്വദിക്കുന്നതിന് മുൻപ് മരണത്തിൻ്റെ ഈറൻ വയലറ്റ് പൂക്കളെ ചുംബിച്ച് യാത്രയാവുകയും ചെയ്ത നന്ദിത ഇപ്പോഴും സങ്കടത്തിൻ്റെ കടൽക്കാറ്റുകൾ ഹൃദയങ്ങൾ ആഞ്ഞു വീശുന്നു. എത്ര കവിതകൾ എഴുതി കഴിഞ്ഞിട്ടാകാം അതിലൊന്ന് ഒടുവിലൊരു കവി അവൻ്റേതായി വായനക്കാർക്ക് വിട്ടു നൽകാൻ ഉറപ്പിക്കുന്നത്. മറ്റൊരാൾ വായിക്കുമ്പോൾ അവൻ്റെ ദുഃഖങ്ങൾ അത്രമാത്രം അക്ഷരങ്ങളായി വായിക്കാൻ വായനക്കാരന് പകർത്തെടുക്കുന്നു. അതിനാൽ തന്നെ കവിയുടെ ദുഃഖം ലഘൂകരിക്കപ്പെടുന്നു. പക്ഷേ സ്വയം ഒരു മറയ്ക്കുള്ളിലിരുന്ന് എഴുതിവെച്ച അക്ഷരങ്ങളെ അവനവൻ്റേതു മാത്രമാക്കി മാറ്റി വയ്ക്കുമ്പോൾ നന്ദിതയ്ക്ക് സ്വന്തം ദുഃഖം സ്വയം അനുഭവിച്ചു തീർക്കണമെന്ന് വാശിയുണ്ടായിരുന്നു. നന്ദിതയുടെ ഒപ്പം നടന്നവർ അവരെക്കുറിച്ചെങ്കിലും അറിയുന്നവർ പറയുന്നത് പോലെ പുറമേക്ക് എത്ര മനോഹരയായ, നന്നായി സംസാരിക്കുന്ന, നല്ല ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു അസാധാരണത്വം തുളുമ്പുന്ന സ്ത്രീയായിരുന്നു അവർ. ഓരോ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് എഴുത്തുകാരി തൻ്റെ കവിതയുടെയും മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ കണ്ടെത്തൽ പരാജയമാണെന്ന് സ്വയം തോന്നൽ, അത് മറ്റുള്ളവരെ കാണിക്കുന്നതിൽ നിന്ന് നന്ദിതയെ വിലക്കിയിരിക്കാം. പക്ഷേ അവരുടെ വാക്കുകളിൽ നിന്നും സ്വയം തിരിച്ചറിയൽ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോഴുള്ള പ്രിയമുള്ളവരുടെ ബുദ്ധിമുട്ടുകളും എഴുത്തുകാരിയെ നോവിച്ചിരിക്കാം. എന്തു കാരണമായാലും വായനക്കാരൻ കണ്ടെത്തുന്നതിന് മുൻപ് കവിതയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താണുപോയ നന്ദിതയുടെ കവിതകൾ അവരുടെ ആത്മാവ് കൂടിയിരിക്കുകയാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന വൈകാരിക സങ്കടങ്ങളാണെന്ന ന്യായം മറയ്ക്കുന്നില്ല. അത് തന്നെയാണ് നന്ദിതയെ സാധാരണക്കാരനായി പോലും കൂട്ടിച്ചേർത്ത് വയ്ക്കുന്നത്. വയനാട് മുട്ടിൽ WMO കോളേജിൽ ആംഗലേയ വിദ്യ വിഭാഗത്തിൽ അധ്യാപികയായി പ്രവർത്തിക്കവേ 1999 ജനുവരി 17 നന്ദിത സ്വയം ജീവിതം അവസാനിപ്പിച്ചു. അവരുടെ മരണകാരണം ഇന്നും അജ്ഞാതമായി തുടരുന്നു. 1985 മുതൽ 1993 വരെ കാലയളവിൽ അവരുടെ സ്വകാര്യ ഡയറിയിൽ എഴുതി സൂക്ഷിച്ചിരുന്ന കവിതകൾ മരണശേഷം മാത്രമാണ് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത്. മരണത്തിനു ശേഷമാണ് അവരിലെ കവയത്രിയെ അടുത്ത ബന്ധുക്കൾ പോലും തിരിച്ചറിഞ്ഞത്. നന്ദിതയുടെ കവിതകൾ എന്നൊരു കവിതാ സമാഹാരം മാത്രമാണ് അവരുടേതായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ആ കാൽപ്പാടുകൾ എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും അതിവിടത്തേക്ക് തന്നെ ഉണ്ടായിരിക്കും. ചെറുമൂട് ഗ്രന്ഥകേരളീയ വായനശാലയിൽ യുവജന കൂട്ടായ്മയും ആര് എന്ന ഹ്രസ്വചിത്രത്തിൻ്റെ പ്രദർശനവും നടന്നു. ചെറുമൂട് ഗ്രന്ഥകേരളി ലൈബ്രറി യുവജനവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കൂട്ടായ്മയുടെ ഉദ്ഘാടനം
യുവത് സംവിധായിക LT ധർമ്മ നിർവഹിച്ചു. പ്രസിഡന്റ് ജി തുളസീധരൻ പിള്ള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതൃസമിതി കൺവീനർ ശിവൻ വേലിക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. B മോഹനരത്നം പിള്ള, പ്രസന്ന പിള്ള, F പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. LT ധർമ്മ സംവിധാനം ചെയ്ത 6 സിനിമ പ്രദർശനം പ്രസിഡന്റ് R രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. യുവജനവേദിയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ നടത്തി. കൊട്ടിയിൽ റെസ്റ്റോറന്റ്, കൊട്ടിയിൽ ജംഗ്ഷൻ, മാമൂട്, കേരളപുരം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം കൊട്ടിയിൽ ഈവന്റ് മാനേജ്മെന്റ്. ഹോം ഡെലിവറിക്കായി വിളിക്കൂ 9809512541 9446107567 9567288311 8943326520. കുണ്ടറ വിളംബര വാർഷികം നടന്നു. ശ്രീ വേലുത്തമ്പി ദളവ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ കുണ്ടറ വിളംബര ദിനാചരണം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ഇളംബ്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റജി കലമ്പിള, വാർഡംഗം CM സെയ്ഫ്, ഇളംബ്ലൂർ ദേവസ്വം ട്രസ്റ്റ് കൺവീനർ ശങ്കരനാരായണൻ, ശിവൻ വേലിക്കാട്, വിനയകുമാർ, B ജ്യോതിർ നിവാസ്, KO മാത്യു പണിക്കർ, കുരുവിള ജോർജ്, സാം വർഗീസ്, സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. നമ്മുടെ അമ്പലത്തിൻ്റെ മുന്നിലായി ഇവിടെ കാലത്താണ് ഇങ്ങനൊരു രൂപം നിർമ്മിച്ചതും അതിൻ്റെ പണിയെല്ലാം ഈ നാട്ടിലുള്ള എല്ലാവരുടെയും സഹായത്താലാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, മാധ്യമ സ്നേഹിതരെ, കുണ്ടറ വിളംബരത്തിൻ്റെ ഈ വാർഷിക ആഘോഷ ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പുതിയ തലമുറയിലെ കുട്ടികൾ ഈ ചരിത്ര സംഭവങ്ങളെക്കുറിച്ചും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻപ് നടന്ന വിമോചന പോരാട്ടമാണ്. 1857 ഏതാണ് നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരായി നടന്ന വലിയ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് വേലുത്തമ്പി ദളവ നയിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവത്യാഗം, ആത്മാഭിമാന ബോധം ഉയർത്തുന്ന, ദേശാഭിമാന സ്നേഹം ഉയർത്തുന്ന ആ ജീവത്യാഗത്തിൻ്റെ ചരിത്രമൊക്കെ തന്നെ പുതിയ തലമുറയിലേക്ക് കൂടുതലായി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അക്കാര്യത്തിൽ ഹ്രസ്വമായ വാക്കുകളാണെങ്കിലും ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കെല്ലാം ഏതെല്ലാം തലങ്ങളിൽ നിന്നുകൊണ്ട് അത് ചെയ്യാൻ കഴിയും എന്നത് ഗൗരവമായിട്ട് എല്ലാവരുമായിട്ട് ആലോചിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്നുകൂടി ഉറപ്പ് നൽകുന്നു. കുടിവെള്ള പൈപ്പിലൂടെ എത്തുന്നത് ചളിവെള്ളം. പേരയം പഞ്ചായത്ത് കോട്ടപ്പുറത്താണ് സംഭവം. പഞ്ചായത്തിലെ 6, 7, 8 വാർഡുകളായ കോട്ടപ്പുറം, പള്ളിയറ തുടങ്ങിയ പ്രദേശങ്ങളിലെ 1000-ൽ പരം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ളം പൈപ്പുകളിലൂടെ എത്തുന്നത് ചെളിവെള്ളം. പ്രദേശത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി മുൻ MLA MA ബേബിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ചെലവഴിച്ച് ചുറ്റുമലൽ ചിറയിൽ നിർമ്മിച്ച കിണറിൽ നിന്ന് കുടിവെള്ളം പമ്പ് ചെയ്ത് മുളവനയിൽ സ്ഥാപിച്ച ടാങ്കിലെത്തിച്ച് വിതരണം ചെയ്യുന്ന പദ്ധതി ആരംഭിച്ചത് J മേഴ്സിക്കുട്ടിയമ്മ MLAയുടെ കാലത്താണ്. ഇത് പൂർത്തീകരിച്ചത് കോട്ടപ്പുറം കുടിവെള്ള പദ്ധതിയുടെ ചുമതലയും നടത്തിപ്പും കേരള വാട്ടർ അതോറിറ്റി കുണ്ടറ ഡിവിഷനാണ്. എന്നാൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അലംഭാവം ഇതിൻ്റെ നടത്തിപ്പിൽ പ്രകടമാണ്. കിണർ നിർമ്മാണത്തിലെ അപാകത മൂലം ചിറയിലെ മലിനജലം പമ്പ് ചെയ്ത് കുടിവെള്ളം എന്ന പേരിൽ വീടുകൾക്ക് വിതരണം ചെയ്യുന്ന വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ വെള്ളത്തിൻ്റെ ഗുണനിലവാര പരിശോധന നടത്തുകയോ പരിഹാര നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. മലിനജലം ഉപയോഗിക്കുന്നത് മൂലം പകർച്ചവ്യാധികൾ ഈ പ്രദേശങ്ങളിൽ വ്യാപകമാണ്.
ഇത്തരത്തിൽ ചെളി കലർന്ന മലിനജലം പമ്പ് ചെയ്യുന്നത് മൂലം വീടുകളിലെ വാട്ടർ ടാങ്കുകൾ അടിക്കടി വൃത്തിയാക്കിയാൽ പോലും ചെളി കലർന്ന വെള്ളമാണ് ടാപ്പുകളിലൂടെ എത്തുന്നത്. ശുദ്ധമായ ജലമെന്ന പൗരന്മാരുടെ അവകാശം നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ നടപടി കണ്ടില്ലെന്നടിക്കുകയാണ് ഭരണാധികാരികളും ജനപ്രതിനിധികളും. ഇത്തരത്തിൽ മലിനജലമാണ് ചുറ്റുമലച്ചിറയിലെ കിണറ്റിൽ നിന്ന് ലഭിക്കുന്നതെങ്കിൽ ജല അതോറിറ്റിയുടെ കുണ്ടറിൽ നിന്നും കല്ലടയിലേക്ക് പോകുന്ന പൈപ്പ് ലൈൻ കോട്ടപ്പുറം കുടിവെള്ള പദ്ധതിയിലേക്ക് ബന്ധിപ്പിച്ച് ശുദ്ധജലം വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് CPI പേരയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സോണി വി പള്ളം ആവശ്യപ്പെട്ടു. നവധാര ലൈബ്രറി യുവജന സെമിനാർ നടന്നു. ദേശീയ യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുമൂട് നവധാര ലൈബ്രറി യുവജന വേദിയുടെ ആഭിമുഖ്യത്തിൽ യുവജനങ്ങളും വിദേശ വിദ്യാഭ്യാസവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ നടത്തി. യുവജന കമ്മീഷൻ ജില്ലാ കോർഡിനേറ്റർ ഷംനാൽ ഉദ്ഘാടനം ചെയ്തു. യുവജനവേദി പ്രസിഡന്റ് KR സുകന്യ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി സെക്രട്ടറി B ശ്രീകുമാർ, MB മധുലാൽ, G സോമശേഖരൻ പിള്ള, B സന്തോഷ് കുമാർ, രാഹുൽ ആർ ഉണ്ണിത്താൻ, A അമൽ എന്നിവർ സംസാരിച്ചു. കിഴക്കേക്കല്ലട പഞ്ചായത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടന്നു. കിഴക്കേക്കല്ലട പഞ്ചായത്തിൽ ഒരാഴ്ചക്കാലം പാലിയേറ്റീവ് കെയർ വാരാചരണം നടത്തുന്നതിന്റെ ഭാഗമായി പാലിയേറ്റീവ് കെയർ അവബോധ ക്ലാസ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് P ഉമാദേവി അമ്മ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് അധ്യക്ഷത വഹിച്ചു. പ്രദീപ് SK, ആരോഗ്യസമിതി ചെയർപേഴ്സൺ ശ്രുതി S, വികസന സമിതി ചെയർപേഴ്സൺ റാണി സുരേഷ്, ക്ഷേമസമിതി ചെയർമാൻ A സുനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ L വിജയമ്മ, ലാലി KG, RG രതീഷ്, മായാദേവി, M പാലിയേറ്റീവ് കെയർ നഴ്സ് ആശ, JPH N ബിനുമോൾ എന്നിവർ പങ്കെടുത്തു. സംയുക്ത ഡയറി പ്രകാശനവും ബോധവൽക്കരണ ക്ലാസും നടത്തി. ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രം കൗൺസിലർ മെറിൻ സോളമൻ ചവറ സെന്റ് ജോസഫ് LP സ്കൂളിലെ 1-2 ക്ലാസുകളിലെ കുട്ടികളും രക്ഷകർത്താക്കളും ഒരുമിച്ച് തയ്യാറാക്കിയ സംയുക്ത ഡയറിയുടെ പ്രകാശനം നിർവഹിച്ചു. കുട്ടികളിൽ നല്ല ശീലം വളർത്തേണ്ടതിൽ അധ്യാപകരോടൊപ്പം മാതാപിതാക്കളും കൂട്ടായ ശ്രമം നടത്തണമെന്നും അതോടൊപ്പം കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം, സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാതാപിതാക്കളുമായി പങ്കുവച്ചു. ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജോയിസ് A, സ്റ്റാഫ് പ്രതിനിധി സിജോ ജോയ് എന്നിവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുണ്ട്ര മേഖല വാർഷികം നടത്തി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുണ്ട്ര മേഖലാ സമ്മേളനം നടന്നു. മേഖലാ പ്രസിഡന്റ് B കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. R ബീന സംഘടനാ രേഖ അവതരണവും ഉദ്ഘാടനവും നിർവഹിച്ചു. മേഖലാ സെക്രട്ടറി A ജോൺസൺ അസീസി പ്രവർത്തന റിപ്പോർട്ടും PM യേശുദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സുമാ രാജേന്ദ്രൻ, B വസന്തകുമാർ മുട്ടം വൈസ് പ്രസിഡന്റുമാർ, PM യേശുദാസ്, Y രേഖ ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ തിരഞ്ഞെടുത്തു. പേരയം പഞ്ചായത്തിന്റെ വികസനത്തിന് 60 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ. പേരയം പഞ്ചായത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി NK പ്രേമചന്ദ്രൻ MP, PC വിഷ്ണുനാഥ് MLA എന്നിവരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 63.15 ലക്ഷം രൂപ അനുവദിച്ചതായി പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പകര അറിയിച്ചു. കുമ്പളം വെറ്റിനറി സബ് സെന്റർ നിർമ്മാണം 22 ലക്ഷം, കരിക്കുഴി കർമ്മലഗിരി ചർച്ച് വനത്തിൽ ഭാഗം റോഡ് നിർമ്മാണം 15 ലക്ഷം, മുളവന പള്ളി ജംഗ്ഷൻ, കുമ്പളം പള്ളി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി 4 ലക്ഷം, കുമ്പളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജലപരിശോധന ലാബ് സ്ഥാപിക്കുന്നതിനായി 1.25 ലക്ഷം രൂപ വീതം MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചു. MP ഫണ്ടിൽ നിന്നും പടപ്പക്കര പള്ളി ജംഗ്ഷൻ വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണവും പൊതുകിണർ സംരക്ഷണവും 7.4 ലക്ഷം, കരിക്കുഴി കർമ്മലഗിരി ചർച്ച് ജംഗ്ഷൻ വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണം 4.5 ലക്ഷം, കരിക്കുഴി കല്ലുവിള കായൽവാലം റോഡ് നിർമ്മാണം 9 ലക്ഷം രൂപയും അനുവദിച്ചു. തലയ്ക്ക് 100 കൈയുണ്ട്. ബുദ്ധിമാന് പല പ്രവൃത്തിമാർഗങ്ങളും കാണും. മഠയന്മാർക്ക് കാര്യസാധ്യത്തിന് തങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന വഴിക്ക് വല്ല തടസ്സവും നേരിട്ടാൽ പിന്നെ മുന്നോട്ടു പോകാൻ കഴിയില്ലാതെ കുടുങ്ങുകയേ ഉള്ളൂ. ബുദ്ധിമാന്മാരാകട്ടെ ഒന്നല്ലെങ്കിൽ മറ്റൊന്നുടന്നു തോന്നുകിക്കൊള്ളും. സസ്യങ്ങൾ സസ്യബുക്കുകളാണെന്നാണ് നമ്മുടെ ധാരണ. പക്ഷേ സസ്യങ്ങളുടെ ഇടയിൽ ഇരപിടിയന്മാരുണ്ട്. ചെറിയ ജീവികളെ ഭക്ഷിക്കുന്ന സസ്യങ്ങളുണ്ട്. അവയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ ശാസ്ത്രപന്തിയിൽ നമുക്കത് നോക്കാം. ഇരപിടിയൻ ചെടികളെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരും ഉണ്ടാകും. ചെടികൾ മിക്കതും വെജിറ്റേറിയൻസ് ആണ്. എന്നാൽ അപൂർവം ചിലവ പ്രാണികളെ ഭക്ഷിക്കുന്ന നോൺ വെജുകളാണ്. അത്തരം ചെടികളെ കണ്ടിട്ടുള്ളവരും അത് പ്രാണികളെ തിന്നുന്നത് നോക്കി നിന്നിട്ടുള്ളവരും ഉണ്ടാകാം. ചിലപ്പോൾ സസ്യങ്ങൾ എന്തുകൊണ്ടാണ് പ്രാണികളെ തിന്നുന്നതെന്ന് അന്ന് സംശയം തോന്നിയവരും ഇപ്പോൾ അത്തരം സംശയം തോന്നുന്നവരും ഇതൊന്ന് ശ്രദ്ധിക്കൂ. മിക്ക സസ്യങ്ങളും മണ്ണിൽ നിന്ന് വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണത്തിലൂടെ സ്വന്തം ആഹാരം നിർമ്മിക്കുന്നു. ഇതിനാവശ്യമായ പോഷകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നൈട്രജൻ.
മണ്ണിലെ ബാക്ടീരിയകൾ വേരുകൾ വലിച്ചെടുക്കാൻ കഴിയുന്ന നൈട്രേറ്റുകളായി അന്തരീക്ഷ നൈട്രജനെ മാറ്റുന്നു. എന്നാൽ ചിലതരം മണ്ണിൽ അമ്ലത കൂടുന്നതുകൊണ്ടോ വെള്ളം കെട്ടിനിൽക്കുന്നതുകൊണ്ടോ ഈ ബാക്ടീരിയകൾ ഇല്ലാതെ വരാം. അത്തരം മണ്ണിൽ വളരുന്ന ചെടികൾ നൈട്രജൻ ലഭിക്കാത്തതുമൂലം ഇലകൾ മഞ്ഞിച്ച് പ്രകാശ സംശ്ലേഷണം നടത്താൻ കഴിവില്ലാതെ നശിച്ചു പോകുന്നു. ഈ പരിതസ്ഥിതിയെ അതിജീവിക്കുന്നതിനു വേണ്ടിയാണ് ചിലതരം ചെടികളിൽ പ്രാണികളെ ഭക്ഷിക്കുന്നതിനുള്ള കഴിവ് പരിണമിച്ചുണ്ടായത്. പ്രാണികളുടെ ശരീരം നൈട്രജൻ സമ്പന്നമാണ്. പ്രാണികളെ കെണിയിൽപ്പെടുത്തി ഭക്ഷിക്കുന്നതുകൊണ്ട് ഈ ചെടികൾക്ക് നൈട്രജന്റെ കുറവ് പരിഹരിക്കാൻ കഴിയുന്നു. പാത്രച്ചെടി, സൺഡ്യൂ, വീനസ് ഫ്ലൈട്രാപ്പ്, നെംപന്തസ്, മിറാബിലിസ് തുടങ്ങി മാംസഭോജികളായ ചെടികളാണിവയൊക്കെ. ഈ സവിശേഷ സസ്യങ്ങൾ ഇന്ന് നൈട്രജൻ സമൃദ്ധമായ ഭൂമിയിൽ വളർന്നാലും പ്രാണികളെ ഭക്ഷിക്കും. ബോർണിയോയിൽ വളരുന്ന പാത്രച്ചെടിയാണ് ചിത്രത്തിൽ കാണുന്നത്. നിലത്തു നിന്നും അധികം ഉയരത്തിലല്ലാതെ വളരുന്ന ഈ ചെടിയുടെ തണ്ടും ഇലകളും ഹ്യൂമസും കൊണ്ട് മറഞ്ഞിരിക്കും. പാത്രങ്ങൾക്ക് ഒരടപ്പുമുണ്ട്. ഈ ചെടിയുടെ വിവിധ സ്പീഷീസുകളെ ഇന്ത്യ, ഓസ്ട്രേലിയ, മഡഗാസ്കർ എന്നിവിടങ്ങളിൽ കാണാം. പാത്രങ്ങൾക്ക് 30 സെന്റിമീറ്റർ വരെ ഉയരമുണ്ടായിരിക്കും. ട്രോസീറ ഇനത്തിൽപ്പെട്ട ഒരിനം നമ്മുടെ നാട്ടിൽ ഇരവികുളം ദേശീയ പാർക്കിൽ സുലഭമാണ്. വീനസിന്റെ ഈച്ചക്കെണി എന്നതിനെ വടക്കേ അമേരിക്കയിലാണ് കാണുക. ഇതിന്റെ രൂപാന്തരണം വന്ന ഇലകൾക്ക് 2 ദളങ്ങളുണ്ട്. സാധാരണഗതിയിൽ വിടർന്നിരിക്കുന്ന ഈ ദളങ്ങൾക്കകത്ത് ഒരു പ്രാണി വന്നിരുന്നാൽ സ്പ്രിംഗ് പ്രവർത്തനം കൊണ്ടാണെന്ന് പോലെ ഇത് പെട്ടെന്ന് അടയുന്നതായി കാണാൻ കഴിയും. യുവജന സമ്മേളനവും സെമിനാറും നടത്തി ദേശസേവിനി വായനശാല. പുനക്കനൂർ ദേശസേവിനി ഗ്രന്ഥശാലയിൽ പ്രവർത്തിക്കുന്ന യുവതയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ യുവജന ദിനത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ യുവജനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് എസ് ഷബീർ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് കെ ബിജു അധ്യക്ഷത വഹിച്ചു. യുവതാ സെക്രട്ടറി ബി പ്രണാം, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജ, ലൈബ്രറി സെക്രട്ടറി എസ് മണികണ്ഠൻ പിള്ള, എസ് രാമചന്ദ്രൻ, ജി ശ്രീധരൻ പിള്ള, ശ്രീകലാദേവി, സി ശശികുമാർ, രാജേന്ദ്രൻ പിള്ള, മദനൻ, യുവതാ പ്രസിഡന്റ് ശ്രീവിശാഖ് എന്നിവർ സംസാരിച്ചു. ലോകത്തെവിടെയുള്ള മനുഷ്യരാണെങ്കിലും ആ മനുഷ്യരെല്ലാം തന്റെ സഹോദരനായി സഹോദരിയായി കാണാൻ കഴിയുന്ന വിശ്വമാനവികതയുടെ തത്വശാസ്ത്രമായിരുന്നു വിവേകാനന്ദന് നമ്മളോടെല്ലാം പറയുവാനുണ്ടായിരുന്നു. ആ ഒരു വാചകം കൊണ്ട് ഈ ലോകത്തോട് അതിനപ്പുറത്തേക്ക് നിരവധി പുസ്തകങ്ങളിലൂടെ, തന്റെ കൃതികളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ ലോകത്തോട് നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരൊറ്റ വാചകം മതി. എന്തായിരുന്നു വിവേകാനന്ദൻ ഈ ലോകത്തിന് നൽകിയ സംഭാവനയുടെ അന്തസത്ത എന്ന് നമുക്ക് ബോധ്യപ്പെടാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വിവേകാനന്ദന്റെ ആകെയുള്ള സംഭാവനകളെ കുറിച്ചല്ല. വിട്ടിട്ട് ഏണിയെടുക്കുന്നു, വഞ്ചനയെ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ല്. സോഷ്യൽ മീഡിയയിൽ നിന്നെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കുറിപ്പാണ് ഉറക്കം. പക്ഷേ ഉറക്കം എന്ന് കേൾക്കുമ്പോൾ കുറച്ച് പേർക്ക് നല്ല സന്തോഷമാണ്, കുറച്ച് പേർക്ക് അതൊരു വലിയ ദുരന്തവുമാണ്. ചിലർ മണിക്കൂറുകളോളം കിടന്നാൽ ഉറങ്ങത്തില്ല. ചിലർ നിൽക്കുന്ന നിപ്പിലും ഇരിക്കുന്ന നിപ്പിലും കിടക്കുന്ന രീതി പോലും ഇല്ലാതെ വെറുതെ കിടന്ന് ഉറങ്ങും. എപ്പോൾ ഇറങ്ങണമെന്ന് പറഞ്ഞാലും അവരൊക്കെ ഇറങ്ങും. എന്തുകൊണ്ടാണ് ഉറങ്ങാനും ഉറങ്ങാതിരിക്കാനും കഴിയാതിരിക്കുന്ന രസകരമായ കുറിപ്പാണ്. ആ കുറിപ്പിലേക്ക് നമുക്കൊന്ന് പോകാം. ഉറക്കം. സന്യാസിയുടെ നീണ്ട താടിരോമങ്ങൾ കണ്ട് ഒരു ദിവസം കുറച്ചു കുട്ടികൾ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് രാത്രി ഉറങ്ങുമ്പോൾ താടി പുതപ്പിനകത്താണോ പുറത്താണോ ഇടുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ഇതേക്കുറിച്ച് ആലോചിച്ചിട്ടേയില്ല. ഇതിനു മറുപടി ഞാൻ നാളെ പറയാം. ജീവിതത്തിൽ ആദ്യമായി അന്ന് രാത്രി അദ്ദേഹം അതേക്കുറിച്ച് മാത്രം ചിന്തിച്ചു. ആദ്യം താടി അദ്ദേഹം പുതപ്പിനകത്തിട്ട് നോക്കി, പിന്നെ പുറത്തിട്ട് നോക്കി. അങ്ങനെ താടി അകത്തും പുറത്തുമിട്ട് അദ്ദേഹത്തിൻ്റെ ഉറക്കവും പോയി. പലപ്പോഴും വലിയ കാര്യങ്ങളല്ല, ഇത്തരം ചെറിയ കാര്യങ്ങളാകും നമ്മുടെ ഉറക്കം കെടുത്തുക. ഉറങ്ങാൻ കഴിയുക എന്നത് ചെറിയ കാര്യമല്ല. ഉറങ്ങാൻ കഴിയാതിരിക്കുക എന്നത് പരിഹാരമില്ലാത്ത നഷ്ടമാണ്. വെട്ടിപ്പിടിച്ച സ്വത്തോ സമ്പാദ്യമോ ആർക്കും ഉറക്കം സമ്മാനിക്കില്ല. സ്വസ്ഥമായ ശരീരത്തിലും സന്തുഷ്ടമായ മനസ്സിലും മാത്രമേ ഉറക്കം അനുഗ്രഹമായി എത്തുകയുള്ളൂ. കർമ്മങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താനുള്ള എളുപ്പമാർഗം ഇതാണ്. അവയെ ഉറക്കം കെടുത്തുന്നവ, ഉറക്കം നൽകുന്നവ എന്നിങ്ങനെ തരംതിരിക്കൽ. ചെയ്ത പ്രവൃത്തികൾ എത്ര വിശിഷ്ടമാണെന്ന് അവകാശപ്പെട്ടാലും അവ മനസ്സമാധാനം നൽകുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? ഓരോ ദിവസത്തിനുമൊടുവിൽ കിടക്കയിലെത്തുമ്പോൾ ആ ദിവസത്തെക്കുറിച്ച് ചാരിതാർത്ഥ്യവും സംതൃപ്തിയുമാണ് ഉള്ളതെങ്കിൽ പിന്നെ ഉറക്കം നഷ്ടപ്പെടുത്താൻ ആർക്കുമാകില്ല.
ഉറങ്ങാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന സ്വപ്നങ്ങളുമായി നടക്കുന്നവരുണ്ട്. ഉറക്കം ഒരു ചെറിയ കാര്യമല്ല. നമ്മുടെ പ്രവർത്തികൾ മനസാക്ഷിക്ക് നിരക്കുന്നതാകട്ടെ, പ്രതീക്ഷയുള്ള പുലരിയിലേക്ക് മിഴി തുറക്കുന്നതാകട്ടെ. ചുറ്റുമല ICDS ഓഫീസ് പരിധിയിലുള്ള മണ്ടോത്തുരുത്ത് പഞ്ചായത്തിലെ അംഗനവാടികളിലേക്ക് വർക്കർമാരെയും ഹെൽപ്പർമാരെയും തിരഞ്ഞെടുക്കുന്നു. അപേക്ഷകൾ ഇന്നു മുതൽ ഫെബ്രുവരി 3 വരെ ICDS ഓഫീസിൽ സ്വീകരിക്കും. അപേക്ഷയുടെ മാതൃകയും വിശദവിവരങ്ങളും പ്രവൃത്തി ദിവസങ്ങളിൽ ICDS ഓഫീസിൽ ലഭിക്കും. അപേക്ഷകർ മണ്ടോത്തുരുത്ത് പഞ്ചായത്തിലെ സ്ഥിരം താമസക്കാരും ശാരീരിക മാനസിക ക്ഷമതയുള്ളവരുമായിരിക്കണം. വർക്കർമാർ SSLCയോ തത്തുല്യമായോ പാസ്സായിരിക്കണം. ഹെൽപ്പർമാർ എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം. SSLC പാസ്സാകാൻ പാടില്ല. പ്രായപരിധി 18 വയസ്സ് പൂർത്തീകരിക്കേണ്ടതും 46 വയസ്സ് കഴിയാൻ പാടില്ലാത്തതുമാണ്. SC/ST വിഭാഗങ്ങൾക്ക് 3 വർഷത്തെ പ്രായപരിധിയിൽ ഇളവുണ്ട്. അപേക്ഷയോടൊപ്പം ജാതി, വിദ്യാഭ്യാസ യോഗ്യത, സ്ഥിരതാമസം, BPL എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സമർപ്പിക്കണം. അഭിമുഖ സമയത്ത് സർട്ടിഫിക്കറ്റുകളുടെ അസലും മുൻപരിചയമുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047425855024. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾ ഓരോ ദിവസവും ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് സഹകരണത്തിന് നന്ദിയുണ്ട്. നാട്ടുവട്ടം വാർത്ത കാണുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ലൈല ക്രിയേഷൻസിൻ്റെ 2 സിനിമകളും, ഒന്ന് 14 മിനിറ്റുള്ള 6 എന്ന സിനിമ, അത് നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ കുട്ടികൾ കുറ്റവാസന എങ്ങനെ വളരുന്നു എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ സിനിമ മുഖം എന്ന സിനിമ സമൂഹത്തിൻ്റെ ദുരന്തമായ വളരെ കരുവാളിച്ച മുഖത്തിൻ്റെ ഒരു ചിത്രീകരണമാണുള്ളത്. 2 സിനിമകളും നിങ്ങൾ കാണുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കുട്ടികൾക്കും ഒക്കെ അത് പകർന്നു നൽകുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.